കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിനെ വലിയ ആധിപത്യം എന്ന് പറയാൻ പറ്റില്ലെങ്കിൽ പോലും കോൺഗ്രസ് ദേശീയ തലത്തിൽ തന്നെ വലിയ ചർച്ചയായിപ്പെട്ട് അറിയപ്പെടുന്ന ഒരു സ്ഥലമാണ് വയനാട് മണ്ഡലം. ആ വയനാട് മണ്ഡലത്തിൽ കഴിഞ്ഞ കുറേ കാലങ്ങളായി കോൺഗ്രസ് നേരിടുന്നത് അല്ലെങ്കിൽ കോൺഗ്രസിന് മുന്നിലോട്ട് വരുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ തന്നെ അന്നത്തെ ട്രഷററായിരുന്ന NM വിജയൻ്റെ മരണത്തിന് ശേഷം ഉണ്ടായിരിക്കുന്ന കുറേ സംഭവങ്ങൾ, അദ്ദേഹത്തിൻ്റെ മരുമകൾ ഇന്ന് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചിരിക്കുന്നു. അപ്പോൾ അത്തരത്തിലുള്ള ഒരു പ്രശ്നങ്ങളുമായി കോൺഗ്രസ് പോകുന്ന സമയത്ത് അത് പരിഹരിക്കാൻ കോൺഗ്രസ് നേതൃത്വം ഇടപെടുന്നില്ല എന്നുള്ളൊരു ആരോപണമാണ് ഉയരുന്നത്. സർ, ഇപ്പം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് വയനാട്ടിൽ ഈ തരത്തിലുള്ള പ്രശ്നങ്ങൾ നേരിടാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ കുറച്ച് വർഷങ്ങൾ തന്നെയായിട്ടുണ്ട്. NM വിജയൻ്റെ മരണത്തിന് ശേഷം അദ്ദേഹത്തിനുണ്ടായിരിക്കുന്ന സാമ്പത്തിക ബാധ്യത പരിഹരിക്കണമെന്ന് കുടുംബം പരാതി നൽകുന്നു. രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും ഉൾപ്പെടെ പരാതി നൽകിയിട്ട് പോലും നേതൃത്വം അതിനൊരു അനുഭാവപൂർവമായ സമീപനം എടുത്തിട്ടില്ല എന്നുള്ളതാണ്. എങ്ങനെയാണ് അതിനെ കാണുന്നത്? എന്താണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഇതിൽ വയനാട് മണ്ഡലം എന്ന് പൂർണ്ണമായി പറഞ്ഞാൽ വയനാട് ജില്ലയിലാണ് സംഗതികൾ നടക്കുന്നത്. അപ്പോൾ അതിൽ ഇപ്പോൾ ഷിതവർണർ ഈ NM വിജയൻ മാത്രമല്ല, NM വിജയൻ്റെ മകനും ആത്മഹത്യ ചെയ്യുന്നുണ്ട്. ഇന്നലെ നമ്മുടെ അവിടുത്തെ CPM-ൻ്റെ ജില്ലാ സെക്രട്ടറി റഫീഖ് കൊടുത്തൊരു ബൈറ്റിൽ പറയുന്ന ഒരു കാര്യം, 9 വർഷത്തിനിടയിൽ 5 കോൺഗ്രസ്സുകാർ ആത്മഹത്യ ചെയ്തു. സംഘടനാ പ്രശ്നങ്ങൾ കാരണം, സംഘടനക്കകത്ത് വിഷയങ്ങൾ വെച്ചിട്ട് 5 കോൺഗ്രസ്സുകാർ ആത്മഹത്യ ചെയ്തു എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. എനിക്ക് അതിൻ്റെ കണക്കുകൾ അറിയില്ല, പക്ഷേ അദ്ദേഹം അങ്ങനെ സ്റ്റേറ്റ്മെൻ്റ് നടത്തുന്നത്. പക്ഷേ ഇത് 9 എന്ന് പറയുമ്പോൾ വിജയനും അദ്ദേഹത്തിൻ്റെ മകനും കഴിഞ്ഞ വർഷമാണ് ആത്മഹത്യ ചെയ്യുന്നത്. കഴിഞ്ഞ വർഷമല്ല, എനിക്കൊന്ന് 2-3 മാസം മുമ്പ്, അല്ല ഈ 2020 കഴിഞ്ഞ വർഷം ഒരുമിച്ച്. പിന്നെ ഇന്നലെ ഒരു വാർഡ് മെമ്പർ ആത്മഹത്യ ചെയ്തില്ലേ, ജോസ് നല്ലേടം അല്ലേ, ഈ മുള്ളംകൊല്ലി പഞ്ചായത്തിൽ നിന്നുള്ള. അതെന്താ പ്രശ്നം? ഇതേ സ്ഥലത്താണ് കഴിഞ്ഞ ആഴ്ച തങ്കച്ചെന്ന് പറഞ്ഞിട്ട് ഒരു കോൺഗ്രസ് പ്രവർത്തകനെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നു. എന്താണ്, അദ്ദേഹത്തിൻ്റെ വീട്ടിലെ കാറിൻ്റെ ചുവട്ടിൽ മദ്യവും തോട്ടയും പിടികൂടിയിട്ട് അദ്ദേഹത്തെ പോലീസ് പിടിക്കുന്നു. 10-15 ദിവസം റിമാൻഡ് കിടക്കുന്നു. പക്ഷേ പോലീസ് പിന്നെ അതിനെക്കുറിച്ച് സൂക്ഷ്മമായി അന്വേഷിക്കുമ്പോഴാണ് എന്താ മനസ്സിലാകുന്നത്, അത് അവിടെ കൊണ്ടുവച്ചതാണ്. അത് കൊണ്ടുവച്ചത് എന്താണ്, കോൺഗ്രസ്സിനകത്തെ ഗ്രൂപ്പിസത്തിൻ്റെ ഭാഗമായിട്ടാണ്. അപ്പോൾ അതിനുശേഷം അത് അവിടെ വലിയ വിവാദമാകുന്നു. ആ പ്രദേശത്ത് മുള്ളംകൊല്ലി പുൽപ്പള്ളി പ്രദേശത്തെ പ്രധാനപ്പെട്ട ഒരു മാഫിയ, നമ്മുടെ പത്രഭാഷയിൽ പറഞ്ഞ മാഫിയ എന്ന് പറഞ്ഞാൽ ഈ കർണാടക കള്ളാണ്. കർണാടകയിൽ പോയിട്ട് മദ്യം കൊണ്ടുവന്നിട്ട് വിൽക്കുന്ന പരിപാടി ഈ കമ്പനി അവിടെ പോയിട്ട് കുട്ടയിലുള്ള ആ ബൈരക്കുപ്പ ഭാഗത്ത് തോണി കടന്ന് പോയാൽ മതി, കർണാടകയിലെത്തും. ആ കടവ് കിടന്നാൽ, മുള്ളംകൊല്ലിയിലെ കടവ് കിടന്നാൽ അപ്പുറത്തെത്താൻ പറ്റും. അത് അവിടുത്തെ പ്രധാനപ്പെട്ടൊരു അവിടുത്തെ ഒരു ചെറിയൊരു അണ്ടർവേൾഡാണത് ഈ പറയുന്ന സംഗതി. അപ്പോൾ ഈ ഇദ്ദേഹത്തിൻ്റെ ആത്മഹത്യയെ തുടർന്ന് അത് വലിയ വിഷയമുണ്ട്. തങ്കച്ചൻ്റെ അറസ്റ്റും പിന്നെ പുനരന്വേഷണവും, പോലീസ് പുനരന്വേഷിക്കുന്നു. പ്രസാദ് എന്ന് പറയുന്ന ഒരാൾ അതിൽ പിടിക്കപ്പെടുന്നു. പിന്നെ തങ്കച്ചൻ തന്നെ, അദ്ദേഹം തന്നെ നേരിട്ട് ഇതെന്താണ്, കോൺഗ്രസ്സിലെ ഗ്രൂപ്പിസത്തിൻ്റെ പേരിൽ എന്നെ ബലിയാടാക്കി. അതിന് ഈ അവിടുത്തെ DCC പ്രസിഡൻറ്റിനെതിരെ ആരോപണം ഉന്നയിക്കുന്നുണ്ട്. ND അപ്പച്ചൻ ഗ്രൂപ്പിൻ്റെ പരിപാടിയാണിതെന്ന് പറയുന്നു. അതിനുശേഷം CPM അവിടെ ഒരു പൊതുസമ്മേളനം വയ്ക്കുന്നുണ്ട്. അതിൽ കഴിഞ്ഞു ഇന്നലെയാണ് ഈ ജോസ് ആത്മഹത്യ ചെയ്ത് കാണുന്നത്. ജോസിൻ്റെ ആത്മഹത്യ നമുക്ക് കാണാം. അദ്ദേഹം ഞരമ്പ് മുറിക്കുന്നുണ്ട്, വിഷം കഴിക്കുന്നുണ്ട്, കാല് കെട്ടിയിട്ട് കുളത്തിലേക്ക് ചാടുന്നുണ്ട്. ഇങ്ങനൊരു ആത്മഹത്യ എൻ്റെ ഒരു ഓർമ്മയിലില്ല. ഒരു മനുഷ്യൻ സമ്പൂർണ്ണമായി മരിക്കാൻ ഒരു നിലക്കും രക്ഷപ്പെടരുതെന്നുള്ള നിലക്കാണ് വിഷം കഴിച്ച് ഞരമ്പ് മുറിച്ച് കാല് കെട്ടി കുളത്തിലേക്ക് ചാടി ആത്മഹത്യ ചെയ്യുകയാണ്. കോൺഗ്രസിൻ്റെ വാർഡ് മെമ്പർ, ജനകീയനായിട്ടുള്ള ഒരാളാണ് കേട്ടോ. അയാൾ വാർഡ് മെമ്പറാന്ന് പറയുമ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം, കോൺഗ്രസ് വിമതനായി മത്സരിച്ച് ജയിച്ചു, നല്ല ഭൂരിപക്ഷത്തിന് ജയിച്ചാണ്. പിന്നെ കോൺഗ്രസ്സിലേക്ക് തന്നെ വന്ന ആളാണ്. കഴിഞ്ഞ ഈ പറയുന്ന ജില്ലാ ട്രഷററുടെ ആത്മഹത്യ, ജില്ലാ ട്രഷറുടെയും മകൻ്റെയും ആത്മഹത്യ. അതെന്താണ് കാരണം? സാമ്പത്തിക ബാധ്യതകളാണ്. ഈ ബാധ്യതകൾ എങ്ങനെയാണ് വന്നത്? ബത്തേരി അർബൻ ബാങ്കിലേക്ക് അപ്പോയിൻമെൻറ്റ് നടത്താൻ പറഞ്ഞിട്ട് പാർട്ടി പ്രവർത്തകരെ ആളുകൾ തന്നെ പൈസ മേടിച്ചു. അവർക്ക് അപ്പോയിൻ്റ് ചെയ്യാൻ പറ്റിയില്ല. അതിനെ തുടർന്നുണ്ടായുള്ള വലിയ ബാധ്യതകൾ. അതിൽ ആത്മഹത്യാ പ്രേരണാ കുറ്റത്തിൽ പ്രതി ആരാണെന്നറിയോ? ബത്തേരി MLA ആണ്, IC ബാലകൃഷ്ണൻ. അപ്പോൾ ഒരു പാർട്ടിയുടെ ജില്ലാ ട്രഷറർ ആത്മഹത്യ ചെയ്യുന്നു. അതിൽ പ്രേരണാ കുറ്റത്തിൽ ആര് പ്രതിയായിട്ട് വരുന്നു? പാർട്ടിയുടെ തന്നെ പ്രധാന മുഖമായിട്ടുള്ള MLA പ്രതിയായി വരുന്നു. അയാൾ ഒളിവിൽ പോകുന്നു, മുൻകൂർ ജാമ്യം എടുക്കുന്നു. ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു. 2023 അവിടെ നടന്ന വേറെ സംഭവം കാണണം. പുൽപ്പള്ളി ബാങ്ക് തട്ടിപ്പ്, സഹകരണ ബാങ്ക് തട്ടിപ്പ്, കോടികളുടെ തട്ടിപ്പാണ്. ആരാണ് പ്രതി? മുഖ്യപ്രതി അറസ്റ്റിലാവുന്നത് ആരാണ്? KPCC ജനറൽ സെക്രട്ടറി എബ്രഹാം. KK എബ്രഹാം എന്നല്ല അയാളുടെ പേര്, KK എബ്രഹാം. സേവാദളിൻ്റെ ജില്ലാ വൈസ് ചെയർമാനായിട്ടുള്ള ആൾ. ഇവരൊക്കെയാണെങ്കിൽ പ്രതികളായി വരുന്നത്. അതിൽ
ഇതിങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പല സ്വഭാവത്തിലുള്ള സാമ്പത്തിക തട്ടിപ്പുകൾ, ആത്മഹത്യകൾ. ഒരു വയനാട് ജില്ല ചെറിയൊരു ജില്ലയാണ്. വയനാട് ജില്ലയിൽ കോൺഗ്രസ് ഷിത വളരെ ശക്തമാണ്. കേരളത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട DCCകളൊന്നാണ്. അപ്പോൾ അത് ഇങ്ങനെ നിരന്തരം പാർട്ടിക്കകത്ത് പ്രശ്നമുണ്ടാവുക, പരസ്പരം വിഴുപ്പലക്കലുകൾ. കോൺഗ്രസ്സിൽ ഗ്രൂപ്പിസം എന്താണ് ഒളിച്ചു വെക്കപ്പെട്ട CPM പോലെയല്ല, ഗ്രൂപ്പിസം ഉണ്ട് കോൺഗ്രസ്സിൽ, എല്ലാവരും സമ്മതിക്കും. ഗ്രൂപ്പാണ് കോൺഗ്രസിനെ നിലനിർത്തുന്നത്, അതൊക്കെ ശരി. പക്ഷേ ഈ ഗ്രൂപ്പിസം ഒരു എന്താ പറയുക, ഒരു ക്രമസമാധാന പ്രശ്നമായി മാറിയിരിക്കുകയാണ്. ക്രമസമാധാന പ്രശ്നം എന്നതിലേക്ക് ഒരു മനുഷ്യരെ കൊല ചെയ്യുന്ന, മനുഷ്യരുടെ ജീവനെടുക്കുന്നൊരു ഏർപ്പാടായി വയനാട്ടിലെ കോൺഗ്രസ് ഗ്രൂപ്പിസം അല്ലെ സംഘടനക്കകത്തെ പ്രശ്നങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇന്നിപ്പോൾ ഇയാളുടെ ഈ വിജയൻ്റെ മരുമകൾ ഇന്നലെ മാധ്യമങ്ങളോട് സംസാരിച്ചിട്ടുണ്ട്. അവരെന്താ പറഞ്ഞത്? നോക്കൂ, ഞങ്ങൾക്ക് തന്ന ഒരു വാക്ക് പോലും പാലിച്ചില്ല. എത്രാം തീയതിക്കും അകം ഈ എല്ലാം സെറ്റിൽ ചെയ്യാം, പാർട്ടി എല്ലാം ഏറ്റെടുത്തു, പാർട്ടി സെറ്റിൽ ചെയ്യാമെന്ന് എഴുതി തന്നതാണ്. ആ എഴുതി തന്ന കടലാസ് പോലും കാണുന്നില്ല. സിദ്ദീഖിൻ്റെ PA ഡ്രൈവറോ ആരോ വന്ന് എടുത്തുകൊണ്ട് പോയി. എന്തിനാണ് എടുത്തുകൊണ്ട് പോയെന്ന് ചോദിച്ചപ്പോൾ അത് KPCC പ്രസിഡൻറ്റിനെ അതേക്കുറിച്ച് പഠിക്കാനാണെന്ന് പറഞ്ഞു. ഇന്നിപ്പോൾ അവർ ആത്മഹത്യക്ക് ശ്രമിച്ചിരിക്കുകയാണ്. ഒരു പാർട്ടിയെ സംബന്ധിച്ചത് നാണക്കേടാണ്. ഈ പാർട്ടി എന്താണ്? ഫാസിസത്തിൽ ഇന്ത്യ മോചിപ്പിക്കാൻ വേണ്ടിയിട്ടൊക്കെയാണല്ലോ ഈ പാർട്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. വലിയ പാരമ്പര്യമുള്ളൊരു പാർട്ടിയല്ലേ. ആ പാർട്ടിയിലെ ഒരു ജില്ലാ ഘടകത്തിലെ പ്രശ്നങ്ങൾ അറിയാൻ, അത് മനസ്സിലാക്കാൻ, അത് സമയത്തിന് പരിഹരിക്കാൻ സാധിക്കുന്നില്ലെന്ന് പറഞ്ഞാൽ അത് സംഘടനാപരമായ വൻ പരാജയമാണ്, വലിയ പരാജയമാണ്. ഞാൻ മുമ്പൊരു ചർച്ചയിൽ പറഞ്ഞിട്ടുണ്ട്, കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം, സംഘടനാപരമായ പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഒരു പ്രശ്നത്തെയും അറ്റൻഡ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. എല്ലാ ഫയലുകളും ഓപ്പൺ എൻഡഡാണ്. ഒരു ഫയൽ അവർക്ക് ക്ലോസ് ചെയ്യാൻ പറ്റുന്നില്ല. അത് തൃശ്ശൂർ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും, എവിടെ നോക്കിയാലും നമുക്ക് കാണാൻ പറ്റും. സംഘടനക്കകത്ത് എമ്പാടും പ്രശ്നങ്ങളുണ്ട്. അത് കൃത്യമായി ആ പ്രശ്നങ്ങൾ എന്താണെന്ന് അഡ്രസ്സ് ചെയ്ത് അതിലൊരു പരിഹാരം, ഒരു ഡിസൈസീവായിട്ടുള്ളൊരു പരിഹാരം, ദാണ്ട ഇങ്ങനെയാണ് തീരുമാനിച്ചത്, ഇങ്ങനെ പോകണം എന്നൊരു ഡിസൈസീവായിട്ടുള്ള ഒരു ഫൈനൽ ഡെസിഷൻ എടുത്ത് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. എല്ലാം അഡ്ഹോക്കിസാണ്. ശരി, ഈ ശരി, അതും ശരി, ഇതും ശരി, അപ്പുറത്ത് ഇങ്ങനെ തോളിക്കയിട്ട് സോപ്പിട്ട് എല്ലാറ്റിനും ഒതുക്കി എന്ന് പറഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടാതെ ഓപ്പണായിട്ട് ഇങ്ങനെ കിടക്കുകയാണ്. അത് ആ ഫയലുകളൊന്നും ക്ലോസ് ചെയ്യാൻ പറ്റുന്നില്ല. അത് സംഘടനാപരമായിട്ടുള്ളൊരു പ്രശ്നമാണ്. അത് പരിഹരിക്കാൻ പറ്റാത്തൊരു പാർട്ടിക്ക് എങ്ങനെയാണ് ഒരു ജനങ്ങളുടെ വിശ്വാസം നേടി സംസ്ഥാനം ഭരിക്കാൻ പറ്റുക? പാർട്ടിയെ കൊണ്ടു നടക്കാൻ പറ്റാത്തവർക്ക് സംസ്ഥാനത്തെ കൊണ്ടുനടക്കാൻ പറ്റും? അത് വലിയൊരു പ്രശ്നമല്ലേ. അപ്പോൾ ഇടതുപക്ഷത്തിൻ്റെ ദൗർബല്യങ്ങൾ, പിണറായി വിജയൻ്റെ പരാജയങ്ങൾ, അതിനെ മാത്രം ആയുധമാക്കി തിരഞ്ഞെടുപ്പ് വിജയിക്കാം. അതാണ് കേരളത്തിലെ മുന്നണി രാഷ്ട്രീയം എന്ന് പറയുന്നത്. 5 കൊല്ലം LDF ഭരിക്കുന്നു, അടുത്ത 5 കൊല്ലം UDF. എന്തുകൊണ്ട് അടുത്ത കൊല്ലം UDF വരുന്നു? സ്വാഭാവികമായിട്ടും ഈ ഭരണകൂടത്തിന് കുറേ പ്രശ്നങ്ങളുണ്ടാവും. അതിൻ്റെ കാലം കഴിഞ്ഞു എന്ന് പിണറായി വിജയൻ തെളിയിച്ചു കഴിഞ്ഞു. കാരണം അദ്ദേഹം മുമ്പുള്ളതിനേക്കാൾ കൂടിയ ഭൂരിപക്ഷത്തോടെ രണ്ടാമത് അധികാരത്തിൽ വന്ന ആളാണ്. അപ്പോൾ അതുകൊണ്ട് അവന്മാരുടെ കുഴപ്പം ചൂണ്ടിക്കാണിച്ച് അധികാരത്തിലെത്താം, ഭരണം പിടിക്കാം, അങ്ങനെ മുന്നോട്ട് പോകാം, അങ്ങനെ രാഷ്ട്രീയം മുന്നോട്ട് കൊണ്ടുപോകാമെന്നാണ് കോൺഗ്രസ് വിചാരിക്കുന്നത്. അതിൻ്റെ കാലം കഴിഞ്ഞു. സംഘടന എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടാണ് സംഘടനയുടെ ആഭ്യന്തരമായ ഭദ്രത എന്ന് പറയുന്നത്. ആഭ്യന്തര ഭദ്രത എന്താണെന്ന് പറയുമ്പോൾ ഗ്രൂപ്പൊന്നും വേണ്ട എന്നല്ല പറയുന്നത്. കോൺഗ്രസ്സിന് ഗ്രൂപ്പില്ലാതെ നിൽക്കാൻ പറ്റില്ല, അതിൻ്റെ എനർജി സോഴ്സ് അവിടെയാണ്. പക്ഷേ ഇത് മനുഷ്യർ തമ്മിൽ കലഹിക്കുകയും ആളുകൾ പരസ്പരം കള്ളക്കേസിൽ പെടുത്തുകയും ആത്മഹത്യ ചെയ്യുകയും ചെയ്യുന്ന അവസ്ഥയിലെത്തുക എന്ന് പറഞ്ഞാൽ അതിഗുരുതരമായ സാഹചര്യമാണ്. അത് നിരന്തരം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ വയനാട് ജില്ലയിൽ. എന്താണ് ഡെൻമാർക്കിൽ എന്തോ ചീഞ്ഞു നാറുന്നു പറഞ്ഞാൽ വയനാട് കോൺഗ്രസ്സിൽ ചീഞ്ഞു നാറുകയാണ്. ഏതാണ് ഈ വയനാട് കോൺഗ്രസ്? AICCയുടെ ജനറൽ സെക്രട്ടറി ലോക്സഭയിൽ റെപ്രസെൻ്റ് ചെയ്യുന്ന സ്ഥലമാണത്. അവിടെ നോക്കൂ, DCC ട്രഷറർ ആത്മഹത്യ ചെയ്തു, പാർട്ടിയുടെ പഞ്ചായത്ത് അംഗം ആത്മഹത്യ ചെയ്തു. ഇങ്ങനൊരു വാർത്ത ദേശീയ തലത്തിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റെങ്കിലും അവർ ആലോചിക്കണം. പ്രിയങ്കാ ഗാന്ധിയുടെ മണ്ഡലത്തിൽ കോൺഗ്രസ് പ്രവർത്തകർ ആത്മഹത്യ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനൊരു നറേറ്റീവ് ദേശീയ തലത്തിൽ എളുപ്പം ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ പ്രിയങ്കാ ഗാന്ധിയുടെ മണ്ഡലമായിട്ട് കൂടെ അത് ഗൗരവത്തിൽ ശ്രദ്ധിക്കാനോ പ്രശ്നങ്ങൾ പരിഹരിക്കാനോ ഒരു തീർപ്പിലെത്തിക്കാനോ സാധിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ വലിയ ദൗർബല്യമാണ്. വളരെ ഗുരുതരമായ എന്തൊക്കെയോ വയനാട് കോൺഗ്രസ്സിൽ ചീഞ്ഞു നാറുന്നു എന്ന് തന്നെയാണ് കാണിക്കുന്നത്. ഇന്നിപ്പോൾ ആത്മഹത്യക്ക് ശ്രമിച്ച പത്മജ എഴുതിയിരിക്കുന്ന ഒരു കുറിപ്പിൽ, ആത്മഹത്യക്കുറിപ്പിൽ പറയുന്നത് കൊലയാളി കോൺഗ്രസ്സിന് ഒരു ഇര കൂടി എന്നുള്ളതാണ്. അവരങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ഇന്ന് ഈ ദൗസാർ പറഞ്ഞ പോലെ തന്നെ തുടർച്ചയായിട്ട് കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് ഈ സംഭവങ്ങൾ അവിടെ ആവർത്തിക്കുകയും ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ടാണ് അത് പരിഹരിക്കാത്തത്? പരിഹരിക്കാൻ ഇടപെടാൻ എന്താണ് നേതൃത്വത്തിന് പറ്റാത്തത്? ഇന്നിപ്പോൾ സണ്ണി ജോസഫിനെ മാധ്യമങ്ങൾ കണ്ടപ്പം മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത് അതിന് കുറച്ച് സാമ്പത്തിക ബാധ്യതകൾ പരിഹരിച്ചിട്ടുണ്ട്, മുഴുവൻ തീർക്കാൻ പറ്റില്ല എന്നുള്ളതാണ്.
പക്ഷേ കുടുംബം NM വിജയൻ്റെ കുടുംബം പറഞ്ഞിരിക്കുന്നത് മുഴുവൻ ആ ബാധ്യത മുഴുവൻ കോൺഗ്രസ് തീർത്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് അവരിപ്പോൾ ശ്രദ്ധിക്കുന്നില്ല. ഇപ്പോൾ നേതാക്കന്മാരെ കാണാൻ പോലും പറ്റുന്നില്ല എന്നുള്ളൊരു ആരോപണമാണ്. അതവിടെ കിടന്നോട്ടെ എന്നുള്ളൊരു ചിന്തയാണോ അവർക്കുള്ളത്? ഈ ഇന്ത്യൻ സാഹചര്യത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടി നിലനിൽക്കണമെങ്കിൽ രണ്ട് കാര്യങ്ങൾ വേണം. ഒന്ന്, അതിനൊരു ഐഡിയോളജി വേണം. രണ്ട്, സുശക്തമായ സംഘടനാ സംവിധാനം വേണം. ഇത് രണ്ടും ഇല്ലാത്ത എല്ലാ പാർട്ടികളും അകാലത്തിൽ ചരമം പ്രാപിക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ നല്ലൊരു ഉദാഹരണം പറഞ്ഞാൽ അതിലേതെങ്കിലും ഓരോ ഉണ്ടായിട്ട് കാര്യമില്ല. നല്ല ഐഡിയോളജി ഉണ്ട്, സംഘടനയില്ലെങ്കിൽ പൊളിയും. നല്ല സംഘടനാ സംവിധാനം ഉണ്ട്, ഐഡിയോളജി ഇല്ലെങ്കിലും പൊളിയും. ഇപ്പോൾ മായാവതിയുടെ പാർട്ടി നല്ല ഐഡിയോളജി ഒക്കെ ഉണ്ടായിരുന്നു. അതായത് ബഹുജൻ പൊളിറ്റിക്സ് വന്ന പാർട്ടിയാണ്. ഇപ്പോൾ ഇല്ല, എവിടെയില്ല സാധനം. ഈ കോൺഗ്രസിനെ സംബന്ധിച്ച് കോൺഗ്രസിന് സവിശേഷമായ ചില ചലഞ്ചസും ഉണ്ട്. അത് കേരളത്തിലെടുത്ത് നോക്കുകയാണെങ്കിൽ കേരളത്തിലെ പ്രശ്നം, കേരളത്തിൽ കോൺഗ്രസ് നേതൃത്വം നൽകുന്ന UDF മുന്നണിക്ക് അധികാരത്തിൽ വരാൻ പറ്റിയ ഒരു രാഷ്ട്രീയ കാലാവസ്ഥ കേരളത്തിൽ ഇല്ലാണ്ടായിട്ട് ഒരു 10 വർഷമായി, ഒരു 15 വർഷമായി എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ ഒരു രാഷ്ട്രീയ കാലാവസ്ഥയില്ല. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് വെച്ചാൽ, എന്തിന് കോൺഗ്രസ്സിന് വോട്ട് ചെയ്യണം? അങ്ങനെയുണ്ടല്ലോ. ഇപ്പോൾ 2001 140-ൽ 100 സീറ്റ് നേടിയാണ് അന്ന് UDF അധികാരത്തിൽ വന്നത്. അത് കോൺഗ്രസ്സിനെ ആളുകൾ വോട്ട് ചെയ്ത് ജയിപ്പിക്കുകയാണ് ചില കാരണങ്ങളാൽ. അങ്ങനെ വോട്ട് ചെയ്ത് കോൺഗ്രസിനെയും UDFനെയും ജയിപ്പിക്കാനുള്ള രാഷ്ട്രീയ കാരണങ്ങൾ ഇല്ലാതായി കഴിഞ്ഞിരിക്കുന്നു. അതാണ് 2021 നമ്മൾ കണ്ട പിണറായി വിജയൻ്റെ തുടർ ഭരണം. ഇത് ഏറ്റവും അവസാനം മനസ്സിലാക്കുന്ന ആളാണ് കോൺഗ്രസ്. അത് ഭരണത്തിൻ്റെ കാര്യത്തിലല്ല, പറഞ്ഞാൽ പാർട്ടിയുടെ സംഘടനയുടെ കാര്യത്തിലാണെങ്കിലും. ഇപ്പോൾ CPM പോലൊരു പാർട്ടി ഇപ്പോൾ നോക്കുക, സോവിയറ്റ് യൂണിയൻ തകർന്ന് കമ്മ്യൂണിസത്തിന് ലോകത്തെമ്പാടും തിരിച്ചടിയൊക്കെ നേരിട്ട് ഒരു പ്രതീതിയിലും ആ പാർട്ടി എങ്ങനെയാണ് കേരളത്തിൽ ശക്തമായി പിടിച്ചേക്കുന്നത്? ഇപ്പോൾ ത്രിപുരയിൽ BJPക്ക് CPMനെ ഇല്ലായ്മ ചെയ്യാൻ കഴിഞ്ഞു. പാർട്ടിയും ബംഗാളിലും പാർട്ടിയില്ലാണ്ടായി. കേരളത്തിൽ എന്തുകൊണ്ടാണ് പിടിച്ചേക്കുന്നത്? കേരളത്തിൽ അതിന് അതിശക്തമായ സുസംഘടിതമായ ഒരു സംഘടനാ സംവിധാനമുണ്ട്. അത് മണ്ണിൽ വേരൂന്ന് നിൽക്കുകയാണ്. കോൺഗ്രസ് വെള്ളത്തിൽ പൊങ്ങി കിടക്കുന്ന പൊങ്ങുതടി പോലെയാണ്. അതിന് ഒന്ന്, വേരുകളില്ല. രണ്ട്, സുശക്തമായ സംഘടനാ സംവിധാനമില്ല. ഞാൻ ഒരൊറ്റ കാര്യം ചോദിക്കട്ടെ. അപ്പോൾ മുമ്പ് ഇതൊക്കെ പറ്റുമായിരുന്നില്ല. ഹൗസ് പറഞ്ഞാൽ ഗ്രൂപ്പിസൈൻ്റെ എനർജി ആണ്. ഇപ്പോൾ ഗ്രൂപ്പിസ് എനർജി ഒന്നും അല്ല. ഗ്രൂപ്പിസം ഇന്ന് ലക്ഷറിയാണ് കോൺഗ്രസ്സിന്. ഗ്രൂപ്പിസം ഒരു തരത്തിലും അവർക്ക് താങ്ങാൻ കഴിയാത്ത ഒരു തിന്മയാണ് അവരെ സംബന്ധിച്ച്. അവർക്ക് കഴിയില്ല. ഇനി ഗ്രൂപ്പ് കളിക്കാനൊന്നും കോൺഗ്രസ്സിന് പറ്റില്ല. ഒന്ന്. രണ്ടാമത്തെ കാര്യം, കരുണാകരനെയൊക്കെ ഉണ്ടാകുന്ന പോലെയല്ല ഇന്നത്തെ കോൺഗ്രസ്. ഇന്ന് ആരാ കോൺഗ്രസ്സിൽ കാര്യം തീരുമാനിക്കുന്നത്? VD സതീശൻ ആണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ ലീഡർ നമുക്ക് തോന്നും. അദ്ദേഹം പാർലമെൻ്ററി പാർട്ടി ലീഡറാണ്. അദ്ദേഹമാണോ കാര്യം തീരുമാനിക്കുന്നത് പാർട്ടിയിൽ? അദ്ദേഹം ഒരു കാര്യം കൂട്ടായിട്ട് ആലോചിക്കും. പക്ഷേ ഈ കാര്യങ്ങളിൽ ഒരു ഫൈനൽ ഡിസിഷൻ എടുക്കുന്ന ഒരു ശക്തമായ നേതൃത്വം കോൺഗ്രസ്സിനില്ല. KPC അധ്യക്ഷനാണോ? അല്ല. KPC അധ്യക്ഷന് ഇപ്പോൾ ഈ വയനാട്ടിലെ പ്രശ്നം തീർക്കണം എന്ന് അദ്ദേഹം തീരുമാനിച്ചിട്ടുണ്ടോ? ഇതിനു മുമ്പ് സുധാകരൻ തീരുമാനിച്ചിരുന്നു. സുധാകരന് മുമ്പിൽ ഈ വിഷയം വന്നാണല്ലോ. സുധാകരൻ തീരുമാനിച്ചിട്ടുണ്ടോ? അപ്പോൾ അങ്ങനെ ഒരു ഫൈനൽ തീരുമാനം എടുക്കുന്ന ഒരു അതോറിറ്റേറ്റീവ് ആയിട്ടുള്ള ലീഡർഷിപ്പ് കോൺഗ്രസ്സിനില്ല. അപ്പോൾ ഒന്ന്, ഇപ്പോൾ സുധാകരൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്താണ്, ഈ സെമി കേഡർ സംവിധാനം കൊണ്ടുവരുന്നതാണ്. ഇത് എവിടെ നിന്നാണ് കൊണ്ടുവരേണ്ടത്? താഴെ നിന്നാണോ? ശരിക്കും സെമി കേഡർഷിപ്പ് കൊണ്ടുവരേണ്ടത് മുകളിൽ നിന്നാണ്. അതായത് അച്ചടക്കമുള്ള, ആജ്ഞാശക്തിയുള്ള, സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ലീഡർഷിപ്പ് മുകളിൽ കൊണ്ടുവന്നാലേ താഴെ അത് ഉണ്ടാവുള്ളൂ. ഇത് താഴെ നിന്ന് കെട്ടിപ്പടുക്കാൻ പറ്റില്ല കോൺഗ്രസ്സിൽ അങ്ങനെ ഒരു സംവിധാനം ഇല്ല. ആ മുകളിൽ നിന്ന് അതില്ല. അതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. രണ്ടാമത്തെ കാര്യം, ഈ നേരത്തെ പറഞ്ഞല്ലോ, എല്ലാ ഫയലും ഓപ്പൺ ആക്കി വയ്ക്കുക, ഒന്നും ക്ലോസ് ചെയ്യാതിരിക്കുക എന്നുള്ളത്. ഈ കോൺഗ്രസിനെ സംബന്ധിച്ച് എല്ലാവരും പറയും കോൺഗ്രസിൻ്റെ ഏറ്റവും വലിയ ശക്തി അതിൻ്റെ ഡെമോക്രസിയാണ്. അതിലെല്ലാവർക്കും അഭിപ്രായം പറയാം, എന്തും പറയാം, തോന്നിയതൊക്കെ പറയാം, എല്ലാവർക്കും വാളെടുത്തവനൊക്കെ വെളിച്ചപ്പാടാണ്. പക്ഷെ അങ്ങനെ ഒരു കോൺഗ്രസ് ഇനി നിലനിൽക്കാൻ കഴിയില്ല. അങ്ങനെ നിലനിന്നിട്ടുണ്ട്. അത് അഖിലേന്ത്യാ തലത്തിൽ നിന്നുണ്ട്, കേരളത്തിൽ നിന്നുണ്ട്. ഗ്രൂപ്പ് കളിച്ചും എല്ലാവരുടെയും അഭിപ്രായവും എല്ലാവരുടെയും ഡെമോക്രസിയും പുഷ്കലമായിട്ടുള്ള കോൺഗ്രസ് നിന്നുണ്ട്. ഇനി അങ്ങനെ നിൽക്കില്ല. ആ ഡെമോക്രസി, ആ ഇൻറ്റേർണൽ ഡെമോക്രസി എന്ന് പറയുന്നതിന് സംഘടനാ ചാലകത്വം വേണം. വെറുതെ ഇങ്ങനെ എല്ലാ വാതിലും തുറന്നിട്ട് എല്ലാ ഫയലും തുറന്നു വെച്ചാൽ ആർക്കും എന്തും പറയാവുന്ന രീതിയിലൊന്നും ഒരു പാർട്ടിക്ക് നിൽക്കാൻ കഴിയില്ല. ഇവിടുത്തെ പ്രശ്നം, ഇപ്പോൾ ഈ വയനാട്ടിലെ പ്രശ്നം എന്ന് വെച്ചാൽ അവർ 10 വർഷമായിട്ട് അധികാരത്തിന് പുറത്താണ് കോൺഗ്രസ്. അപ്പോൾ അധികാരത്തിന് പുറത്ത് നിൽക്കുന്ന കോൺഗ്രസ്സിന് സംഘടന തെരഞ്ഞെടുപ്പ് ഫണ്ടിനും സംഘടനാ ചെലവിനൊക്കെ വേണ്ടി കാശുണ്ടാക്കാൻ വേണ്ടിയാണ് ഈ കോഴ പിരിച്ചത്. ഈ കോഴ പിരിച്ചിട്ട് അത് നടത്തി കൊടുക്കാൻ കഴിയാതിരുന്നപ്പോൾ അത് മേക്കപ്പ് ചെയ്യാൻ പോലും സംവിധാനമില്ലാത്ത അത്ര ദൗർബല്യം ആ പാർട്ടിക്കകത്തുണ്ട്. അവരാരും ഈ പൈസ മോഷ്ടിച്ചുകൊണ്ട് പോകണമെന്നല്ല, അത് പരിഹരിക്കാൻ കഴിയാത്തത്ര ദൗർബല്യം ഉണ്ടെന്നാണ് അത് തെളിയിക്കുന്നത്. ഈ ലീഡർഷിപ്പിന്, അത് സുധാകരനാവട്ടെ, സതീശനാവട്ടെ, വേറെ ആരെങ്കിലും ആവട്ടെ, ഇത് പരിഹരിക്കാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞാൽ ആ സംഘടന അത്ര ദുർബലമാണ്. അത്രയും ദുർബലമായ സംഘടനാ ശരീരവുമായി കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് ജയിക്കുക എന്നുള്ളത് വലിയ ഒരു ഹിമാലയൻ ടാസ്ക്കാണ്. അത് കേരളത്തിൽ വലിയ ദുഷ്കരമായൊരു പ്രവൃത്തിയാണ്. എലക്ഷനൊക്കെ ഇപ്പോൾ ഒരു ഉപതെരഞ്ഞെടുപ്പ് ജയിക്കുന്ന പോലെയല്ല ഒരു അസംബ്ലി തെരഞ്ഞെടുപ്പ് ജയിക്കുക. ഈ വയനാട് ഇപ്പോൾ നാം കാണുന്നത് കോൺഗ്രസിൻ്റെ ഒരു രോഗലക്ഷണമാണ്. അത്രേ പറയാനുള്ളൂ. ഈ രോഗലക്ഷണം പരിഹരിച്ച് കോൺഗ്രസ് മുന്നോട്ട് പോകുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. അത് കോൺഗ്രസ് ആണ് ആലോചിക്കേണ്ടതും.